സത്യം പറയുകയാണെങ്കിൽ ഈ വിഷ്വലൊക്കെ കണ്ടിട്ട് വളരെ ആകാംക്ഷയോടെ പോയി കണ്ടിട്ടുള്ള ഒരു സിനിമയായിരുന്നു. പക്ഷെ എനിക്ക് ജസ്റ്റ് ഒരു വാച്ചബിൾ എക്സ്പീരിയൻസ് മാത്രമാണ് ഈ സിനിമ സമ്മാനിച്ചത്. സിനിമയുടെ പേര് സെൻഡ് ഹെൽപ്പ് എന്നാണ്. രണ്ടുപേരും ഒരു ദ്വീപിൽ കുടുങ്ങി പോകുന്നതാണ് കഥ. നല്ല രീതിയിലുള്ള ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു സിനിമയായിരുന്നു, എന്നാൽ പോലും വേണ്ട രീതിയിൽ യൂസ് ചെയ്തില്ല എന്ന് തോന്നി. പക്ഷെ ഞാൻ ഈ സിനിമ പറയാൻ വേണ്ടിയിട്ടല്ല വന്നത്. ഇതേപോലെ ബീച്ചിൽ കുടുങ്ങി പോകുന്ന ഒരു 3 സിനിമകൾ പറഞ്ഞു തരാം. അതിൽ പലതും അണ്ടർ റേറ്റഡ് ആണ്. ഒന്നാമത്തത് കാസ്റ്റവേ ഓൺ ദ മൂൺ. ഒരു ദ്വീപിൽ ഒരാൾ പെട്ടുപോകുന്നത് തന്നെയാണ് ഇതിലെ പ്രമേയം. പക്ഷെ നമ്മളൊരു ദ്വീപിൽ പെടുക എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്ന ഒരു സർവൈവൽ ലെവൽ സിനിമകളായിരിക്കും അല്ലെ. പക്ഷെ ഇതൊരു കോമഡി റൊമാൻസ് സിനിമയാണ്. ദ്വീപിൽ ഒരാൾ ഒറ്റയ്ക്ക് പെട്ടുപോയിട്ട് എങ്ങനെ റൊമാൻറ്റിക് വർക്കാവും അത് നിങ്ങൾ കണ്ടുപോകുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു ഫീൽ ഗുഡ് സിനിമയായിരിക്കും ഇത്. ഇനി രണ്ടാമത്തത് റെഡ് ടർട്ടിൽ. എൻ്റെ മോനെ, ഈ സാധനം എന്ന് പറഞ്ഞാൽ കിടിലനാണ്. കിടിലൻ എന്ന് പറഞ്ഞാൽ ഇത് ഏതൊരാൾക്കും കാണാം. ഏതൊരാൾക്കും എന്ന് പറഞ്ഞാൽ ഇതിലൊരു ഭാഷന്റെ പ്രശ്നമില്ല, ഇതിൽ സംഭാഷണങ്ങളില്ല, ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കണ്ടിരിക്കുക, ആ ഒരു ലോകത്തേക്ക് അലിഞ്ഞു ചേരുക. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. കിടിലനായിട്ടുള്ള ഒരു ഗിബ്ലി സ്റ്റുഡിയോ ചെയ്തിട്ടുള്ള ഒരു ആനിമയാണ്. ഇനി മൂന്നാമത്തത് ബീച്ച്. നമ്മുടെ ഡിക്കാപ്രിയോ അഭിനയിച്ചിട്ടുള്ള ഏകദേശം കുറച്ച് പഴക്കമുള്ള സിനിമയാണ്. 2000-ലൊക്കെയാണ് ഈ സിനിമ ഇറങ്ങുന്നത്. ഇതൊരു അണ്ടർ റേറ്റഡ് സിനിമ കൂടിയാണ്. ഈ സിനിമ പലരോട് ചോദിക്കുമ്പോഴും പലരും നല്ല അഭിപ്രായവും ഇഷ്ടപ്പെട്ട സിനിമയാണെന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. മസ്റ്റ് വാച്ച് എന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങൾക്ക് ഡിക്കാപ്രിയോനെ ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചെറിയ ചെറിയ മൂവീസ് ഒക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിലവിൽ ഇപ്പോൾ ദ്വീപിനെ കുറിച്ചിട്ട് പറയുന്ന ഒരുപാട് സിനിമകളുണ്ട്. അപ്പൊ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം ഏതാന്നുള്ളത് താഴെ കമന്റ് കരോ, നമുക്ക് ചെക്ക് ചെയ്യാം. കാണാത്തതുണ്ടെങ്കിൽ നമുക്ക് കാണാം, ചർച്ച ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.